ഹായ് ഫ്രണ്ട്സ്, ഈ ടോപ്പിക്ക് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 8ാമത്തെ ടോപ്പിക്കാണ് നമ്മളെടുക്കാൻ പോകുന്നത്. എന്താണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുകയാണ് ജസ്റ്റ്. ഇപ്പോൾ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രോഗം പകരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടാൽ മതി, അതൊന്നും വേണ്ട, ജസ്റ്റ് വായിച്ചിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എങ്ങനെയൊക്കെയാണ് രോഗം പകരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രോഗം ഒന്നെങ്കിൽ വെള്ളത്തിലൂടെ പകരാം, ഭക്ഷണത്തിലൂടെ പകരാം. ഈ അണുക്കൾ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഒക്കെ എന്തിൽ കൂടെ പകരാം? വെള്ളത്തിലൂടെ വരാം, ഭക്ഷണത്തിലൂടെ വരാം, വായുവിലൂടെ വരാം, ജീവികൾ വഴിയും വരാം. ഓക്കെ, ജീവികൾ വഴിയും വരാം. ഇപ്പോൾ കൊതുകുകൾ വഴി കൊതുക് കടിക്കുമ്പോൾ നമുക്ക് വരാം. അങ്ങനെ പല രീതിയിലുണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു കിട്ടാൽ മതി, ഞാൻ പറയും. കറക്റ്റായിട്ട് ബൈഹാർട്ടാക്കേണ്ട കാര്യത്തുമ്പോൾ ഞാൻ പറയും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് ഇത് പകർച്ചവ്യാധികൾ എന്നുള്ളത്. അതൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ. അത് ഡെഫിനിഷനാണ്, പകർച്ചവ്യാധികളുടെ ഡെഫിനിഷനാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ, ആ പേരിൽ തന്നെ ഉണ്ട്, പകരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധി. ഇനി അടുത്തത് ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ്. എന്താണ്? ഒരാളിൽ നിന്ന് എന്ത് ചെയ്യും? മറ്റൊരാളിലേക്ക് അത് പകരും. പകർച്ചവ്യാധികളാണ്, പകരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് ഡീപ്പായിട്ട് എന്തായാലും വരും, അടുത്ത ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇനി പകരുന്ന രീതികളും അതേപോലെ ആ പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കണം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ കണ്ടിട്ട് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് വായുവിലൂടെ പകരുന്നത്, ജലത്തിലൂടെ പകരുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒത്തിരി പ്രാവശ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട് PSC. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്കൊക്കെയുള്ള എക്സാമ്പിളാണിത്. ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. ഓക്കെ, അപ്പോൾ അതൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഇത് നോർമലി നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാലൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല. അത് നിങ്ങൾ എക്സാം ഹാളിൽ എത്തുമ്പോഴേക്ക് അത് വായുവിലൂടെയാണോ വെള്ളത്തിലൂടെയാണോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. വായുവിലൂടെ എന്നുള്ളത് വായ എന്ന് ഓർത്ത് വെച്ചാൽ കുറേയൊക്കെ അവിടെ കിട്ടും. നമ്മൾക്കിപ്പോൾ നോക്ക്, ജലം കഴിക്കുന്നത് വായയിലൂടെയാണ്, ചിക്കൻ കഴിക്കുന്നത് വായ വഴിയാണ്, ഇനി മീൽസ് കഴിക്കുന്നത് വായ വഴിയാണ്, കഷായം കഴിക്കുന്നത് വായ വഴിയാണ്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം, ഇത് 4ഉം വായുവിലൂടെയാണെന്ന് കിട്ടും. വായ എന്നുള്ള ഓർത്ത് വെച്ചാൽ അത് നമുക്കൊരു ഇമേജ് ഫോം ചെയ്യുമ്പോൾ അത് ഓർമ്മയിലേക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു രീതി പറയുന്നത് കേട്ടോ. കാരണം ഇതാണ് നമുക്ക് കുറേ കൂടെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതി. അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്കുക. ചെറിയ കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ചിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുന്നത്. കോഡുകൾ കിട്ടുവാണെങ്കിൽ ഞാൻ അല്ലാതെ തന്നെ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലിടാം. ഇനി അടുത്ത വെള്ളം, ആഹാരം. വെള്ളം ജലം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ പകരുന്നതാണ് ഇത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്നതാണ് കോളറയും വയറിളക്കവും. കൊതുക് മുഖേന പരത്തുന്നതാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മുഖേന പരത്തുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ഓർത്തുക്കണേ, സ്ട്രെസ് ചെയ്ത് പഠിക്കണം. കാരണം കൊതുക് മുഖേന പരത്തുന്ന ഏതൊക്കെ കൊതുകുകളാണെന്ന് വരെ നമുക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് വരും, ഇനി അങ്ങോട്ട് എടുക്കാനുള്ളൂ. ബയോളജി വരുമ്പോൾ, ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോൾ വരും. ഇനി സമ്പർക്കം മുഖേന. സമ്പർക്കം എന്ന് വെച്ചാൽ മറ്റൊരാളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ പകരുന്നതാണ്. ചെങ്കണ്ണ്, കുഷ്ഠം, ഇതൊക്കെ എന്താണ്? സമ്പർക്കം മുഖേന വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള രോഗങ്ങൾ പഠിച്ചു നോക്കണേ. ഓരോ രോഗങ്ങളും അത് പകരുന്ന രീതി തന്നിരിക്കുന്നതിൽ തൽക്കാലത്തേക്ക് ഇതിൽ മാത്രം പഠിച്ചാൽ മതി. കാരണം ഇനി അഡീഷണൽ വരാനുണ്ട്. വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈമിൽ അത് പഠിക്കാം, അതായിരിക്കും നല്ലത്. ഇനി അടുത്ത കാര്യം ഡ്രൈ ഡേ എന്താണെന്നുള്ള കേട്ടോ. ഡ്രൈ ഡേ ഒബ്സർവേഷൻ. ഡ്രൈ ഡേ എന്ന് വെച്ചാൽ എന്താ? ഡ്രൈ ഡേ എന്ന് വെച്ചാൽ കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. കൊതുകിൻ്റെ എന്ത് ചെയ്യുക, ഒരു മുട്ട ഇട്ടാൽ മുട്ട വിരിയുക. അങ്ങനെ അതുകൊണ്ട് നമുക്ക് തന്നെ കൊതുകിനെ നശിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യുക, ഈ കെട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ള ജലങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാം. അതായത് ടെറസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളിലോ മഴവെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ പോയിട്ട് അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താ ഡ്രൈ ഡേ എന്ന് തന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ, ഡ്രൈ ഡേ. ഇനി പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പായ്ച്ചെടികളും വെട്ടി വൃത്തിയാക്കൽ, ഓടകൾ ശുചിയാക്കൽ എന്നിവയും കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. ഇതെന്തിനാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ, കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളിൽ പെടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടണം. കാരണം ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ എന്താ, പുല്ലും പായ്ച്ചെടികളും വെട്ടുക, ഓടകൾ ശുചിയാക്കുക, കൊതുകുവല ഉപയോഗിച്ചാൽ കൊതുകടി കൊള്ളാതിരിക്കുക, പുകയിട്ടാൽ കൊതുകിൽ നിന്നുള്ള ശല്യം കുറച്ചുകൂടി അകറ്റാം, വീടുകളിൽ പുകയിട്ടാൽ, മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിച്ചാൽ കൊതുകിനെ കൊല്ലാം. അപ്പോൾ ഇതൊക്കെ ആ കൊതുകിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകളിൽ വരുന്നതാണ്. ഇനി രോഗം പകരുന്ന രീതികൾ. അതായത് രോഗം പകരുന്ന രീതികൾ എടുക്കാവുന്ന മുൻകരുതലുകളാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ.
ഇത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം സംഭവം എന്താണെന്നുള്ള ഓരോന്നോരോന്നായിട്ട് മനസ്സിലാവും. ഒന്ന് കൊതുക് മുഖേന പകരുന്നത്. എന്ത് ചെയ്താൽ മതി? കൊതുക് ഇല്ലാതാക്കിയാൽ മതി കൊതുകിനെ. അപ്പോൾ മലിനജലം കെട്ടി കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയാൽ മതി. ഇനി ഈച്ച മുഖേനയാണ് വീടും പരിസരവും ശുചിയാക്കുക, ഭക്ഷണം അടച്ചു വെക്കുക. ജലം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം എങ്ങനെ ഒഴിവാക്കുക? തിളച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴകിയ ആഹാര വസ്തുക്കൾ എന്ത് ചെയ്യുക? കഴിക്കാതിരിക്കുക. ഇനി സമ്പർക്കം വഴി പകരുന്ന ഒഴിവാക്കാൻ രോഗബാധിതരായിട്ടുള്ള എന്ത് ചെയ്യുക? സഹവാസം ഒഴിവാക്കുക. വായുവിലൂടെ പകരുന്നതാണെങ്കിലോ, വായുവിലൂടെ പകരുന്ന രോഗം ഇപ്പോൾ കോവിഡ്, നമുക്ക് മാസ്ക് വെക്കാം അല്ല, മാസ്ക് ഒരു മെത്തേഡ് മാസ്കാണ്. അതിപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അവിടെ. ഇനി അടുത്തത്, ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം, ഇപ്പോൾ ഒരു പൂച്ച അല്ലെങ്കിൽ നായ എന്ത് ചെയ്യുക? ചത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് ജീർണിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ അലിഞ്ഞു പോകുന്നത് എന്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്? ആ ബോഡിയിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഭൂമുഖത്തെ ശുചിയാക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകുന്നുണ്ട് അല്ലേ? മണ്ണിലേക്ക് ഇത് അലിഞ്ഞിട്ടാണ് സസ്യങ്ങൾ അത് വലിച്ചെടുക്കുമ്പോൾ സസ്യങ്ങൾക്കുള്ള പോഷകം കിട്ടുന്നത് എന്താണ്? ഇതുകൊണ്ടാണ്. നമ്മൾ എല്ല് പൊടിയൊക്കെ ഇടുന്ന കാണില്ലേ നിങ്ങൾ, മരത്തിനൊക്കെ തെങ്ങിനൊക്കെ ഇടുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ജൈവാവശിഷ്ടങ്ങളാണ്. ജൈവാവശിഷ്ടങ്ങൾ അത് സസ്യങ്ങൾക്ക് എന്ത് ചെയ്യും? പോഷകങ്ങൾ കിട്ടും അതിൽ നിന്ന്. അപ്പോൾ എല്ലാ ഫംഗസും ബാക്ടീരിയകളും, എല്ലാ ഫംഗസുകളും ബാക്ടീരിയകളും എന്തല്ല നമുക്ക് ഉപദ്രവമല്ല ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ടീമിനെയാണ് നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത്. അതായത് സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ, പാല് തൈരാക്കുന്നത്. ബാക്ടീരിയ കൊണ്ടുള്ള പ്രവർത്തനമാണ് പാല് തൈരാക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊരു ടൈപ്പ് ബാക്ടീരിയ ആണ് പാല് തൈരാക്കുന്നത്. ലാക്ടോ ബാസിലസ് എന്ന് പറയും. ലാക്ടോ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പാലുമായിട്ട് ബന്ധപ്പെട്ടാന്ന് കിട്ടും. നിങ്ങൾക്ക് അങ്ങോട്ടെത്തുമ്പോൾ അത് പഠിക്കും അത് കുറച്ചുകൂടി. ഇനി അരിമാവ് കുളിപ്പിക്കുന്നതാണെങ്കിൽ, അതേപോലെ അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ലവണങ്ങളായിട്ട് മണ്ണിൽ ചേർക്കുന്നത്, ഇതൊക്കെ ബാക്ടീരിയസ് ആണ്. വിസർജകങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിൽ ചേർക്കുന്നത്. പിന്നെ പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നത്, ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെ ഒത്തിരി നമുക്ക് ഉപയോഗങ്ങളുണ്ട് ബാക്ടീരിയ ഫംഗസ് കൊണ്ടൊക്കെ. അതിൽ ഒരു പ്രത്യേക ടൈപ്പാണ് സൂപ്പർ ബഗ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം 2023 തന്നെ എന്തുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് എവിടെയാണ് സൂപ്പർ ബഗ് എന്ന് വെച്ചാൽ? ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. സൂപ്പർ ബഗ് എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ ആണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, കപ്പലുകളിൽ നിന്ന് ഉണ്ടാവുന്ന എണ്ണ ചോർച്ച. അതായത് കപ്പലുകൾ പോകുമ്പോൾ പൊതുവേ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എണ്ണൊക്കെ കൊണ്ടുവന്ന കപ്പലുകളാണെങ്കിൽ എണ്ണ ചോർന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കടലിൽ മലിനാവും. കടൽ നന്നായിട്ട് മലിനാവും. അതായത് കടലിലെ ജീവികൾക്ക് എന്താണ്, അതൊരു ഭയങ്കര ഭീഷണിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഭീഷണി തടയാൻ വേണ്ടിയിട്ട് ഈ ആനന്ദ് മോഹൻ ചക്രവർത്തി എന്നുള്ള ഇന്ത്യക്കാരനില്ലേ, ഇയാളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ ബഗ് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിക്കും. ഈ ആനന്ദ് മോഹൻ ചക്രവർത്തി എന്നുള്ള ഇന്ത്യക്കാരൻ എന്ത് ചെയ്തു? ഒരു ടൈപ്പ് ബാക്ടീരിയ ഉണ്ടാക്കി. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുമെന്ന് അറിയാം? ആ ചോർന്നു പോയ എണ്ണ ഭക്ഷിക്കും. അങ്ങനെ ആ എണ്ണ എന്ത് ചെയ്യും? ഇല്ലാതായി പോകും. അപ്പോൾ കടലിൽ മലിനമാകുന്നത് തടയാനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ആ ടൈപ്പ് ബാക്ടീരിയ പറയുന്ന പേരാണിത് സൂപ്പർ ബഗ്. സൂപ്പർ ബഗ് എന്നുള്ള ബാക്ടീരിയ ആണ് ഇത്. ഓർത്തോക്കണേ, ആളെ പേര് ഓർത്തോക്കണം, ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഇത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയാണ് എന്ത് ചെയ്തത്? ഈ ബാക്ടീരിയ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ രണ്ട് പേരുകൾ എന്തൊക്കെയാണ് ഓർത്തോക്കുന്നത്? ആനന്ദ് മോഹൻ ചക്രവർത്തി ഓർക്കണം, സൂപ്പർ ബഗ് ഒരു ബാക്ടീരിയയുടെ പേരാണെന്ന് ഓർത്തോക്കണം. ബാക്ടീരിയ ആണ്. അതെന്താ ചെയ്യുന്നതെന്നുള്ള, കപ്പലുകളിലെ എണ്ണ ചോർച്ച മൂലം ഉണ്ടാകുന്ന മാലിന്യം തടയാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ ബഗ് ബാക്ടീരിയകൾ ഉപയോഗിക്കുന്നത്. ഇനി അത് നിർമ്മിച്ചിരിക്കുന്ന ജനിതക എഞ്ചിനുകളാണെന്ന് ഓർത്തുന്നത് നല്ലത്. അടുത്ത, പ്രതിരോധ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്താണ്? ഏകദേശം നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രത്യേകിച്ച് കോവിഡ് ആയതുകൊണ്ട് എല്ലാവരും കുത്തിവയ്പ്പ് ഇപ്പോൾ അടുത്തെടുത്തിട്ടുണ്ടാവും. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായിട്ട് കഴിവ് നേടിക്കൊടുക്കുന്ന എന്താണ് രീതിയാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഓക്കെ, കൃത്രിമമായിട്ടാണ് കേട്ടോ, സ്വാഭാവികമായിട്ട് വരുന്നതല്ല. നമ്മൾ കുത്തിവയ്പ്പ് കൊടുക്കുന്നതിലൂടെ കൃത്രിമമായിട്ടാണല്ലോ നമുക്കത് പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്കത് ഇതൊന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് എന്താണെന്ന് ചോദിക്കില്ല, ചാൻസ് കുറവാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടോ, അത് നല്ലതായിരിക്കും. ഇനി അത്രയാണ് ഈ ചാപ്റ്ററിൽ കേട്ടോ. ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളതാണ്. കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സയൻസിൻ്റെ ടോപ്പിക് ഉണ്ട്, ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. അടുത്തൊരു ക്ലാസ്സിൽ അതെടുക്കും. ഓക്കെ, ബൈ.